ഞാൻ ട്രിപ്പിൻ്റെ ഒന്നാമത്തെ നമ്മ രാവിലെ നീച്ച് നല്ല തണുപ്പുണ്ട്. അച്ചു നമ്മുടെ അച്ചു ഇപ്പോഴും നീച്ചിട്ടുള്ള ഒരുത്തി കുളിച്ച് വന്ന് പൊതിച്ച് കിടക്കുന്നുണ്ട്. നമ്മക്ക് പിന്നെ ഇറങ്ങിയിട്ടുള്ള ചീക്കും അച്ചും കൂടി നല്ല ചീക്ക് കുളിച്ചിട്ട് ഇപ്പൊ പോയത്. അച്ചുതേ സണ്ണിയില് കൊണ്ട പോലെ കിടക്കാണ്. അപ്പൊ രാത്രിയൊക്കെ ആയപ്പോ ടീച്ചർമാർ ഫോണൊക്കെ എടുത്ത് വെച്ചപ്പോ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഞങ്ങൾ കുടിച്ചിട്ട് വരാം അല്ലേ. ടീച്ചറാണെങ്കിൽ 6:15 എല്ലാവരോടും റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പം ഞങ്ങൾ എല്ലാവരും കുളിച്ച് റെഡിയായി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പിന്നെ ടൈമില്ലാത്തത് കൊണ്ടാണെങ്കിൽ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടാ. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. നെയിമൊന്നും എനിക്കറിയില്ല കേട്ടാ. പിന്നെ ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ്. റെഡിയായി ലാസ്റ്റ് ദിവസം സങ്കടമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വണ്ടിച്ചേട്ടനാണ് ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ചുമക്കും. പേര് അഭിച്ചേട്ടനാണ്. അക്ഷയ് ചേട്ടനാണ്. അക്ഷയ് ചേട്ടൻ ലഗേജ് ഒന്നും ചുമക്കില്ല, നല്ല ഹെൽപ്ഫുൾ മൈൻഡാണ് കേട്ടോ. അപ്പത്തേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിച്ചത് പൂരി മസാല കറിയാണ്. നീ കഴിച്ച മസാല ഞാനും. എങ്ങനെയുണ്ടായി ഫുഡ്? പക്ഷെ കറി കുറച്ച് ഷോ അപ്പൊ നമ്മ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ അടുത്ത സ്പോട്ട് എന്ന് പറയണത് കുട്ടേട്ടനെ കാണാം. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഫസ്റ്റ് ഞങ്ങൾ പോയത് സൂയിസൈഡ് പോയിന്റ് കാണാനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരുന്നു ഗുണ കേവ് വന്നത്. അപ്പം ഇതാണ് ഗൈസ് സൂയിസൈഡ് പോയിന്റ്. ഇത് കാണുമ്പോൾ തന്നെ മനുഷ്യൻ്റെ കിളി പോവും, പേടിയാവും നല്ലോണം. പിന്നെ ഇവിടെ അധികം നേരം സ്പെൻഡ് ഒന്നും ചെയ്തില്ല. പിന്നെ അവിടെ കുറേ സാധനങ്ങൾ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ. അപ്പം ഇത് നമ്മൾ ഗുണ കേവിലോട്ടാണ് പോണത്. പക്ഷെ നമ്മുടെ ബസ് അവിടെ അലോഡ് അല്ല. അപ്പം നമ്മൾ വേറെ ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. വിളിക്കാൻ പോയട്ടോ. 1 2 3 എവിടെങ്കിലും നിന്ന് കുട്ടേട്ടൻ വിളിച്ചാ പോരെ, കുട്ടേട്ടൻ വന്നാ പോരെ അല്ലേ? അതെ ഗായ്സ്, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഗുണ കേവ് കണ്ട്. നീയാ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം വേണ്ടാ ഇവിടെ വന്നു. നല്ല രസമുണ്ട് കാണാൻ. അത് ഞാൻ ഫസ്റ്റ് ടൈമാ വന്നത്. അല്ലടി അവർ ഈ വഴിയല്ലേ ഇറങ്ങണത്? ഈ വഴി അപ്പുറത്തെ വഴിയാ. ഏതോ ഒരു വഴി ഇറങ്ങി പോടി. പക്ഷെ അധികം കാണാനൊന്നുമില്ല. ജസ്റ്റ് അങ്ങാടൊരു ഇത് മാത്രമേ ഉള്ളൂ. കാണിച്ചു തരാം. കണ്ട പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ മേഘങ്ങളൊക്കെ പൊന്തി തന്നെ നല്ല ഇതുണ്ട് അല്ലേ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഗുണ കേവിലെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നപ്പോഴാണ് ഗൈസ് ആ സീൻ ഉണ്ടായത്. വേറൊന്നല്ല, ഞങ്ങൾ ഈ ബാഗ് മരത്തിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുരങ്ങൻ വന്നിട്ടാണെങ്കിൽ ബാഗ് തുറന്ന് ബാഗിൽ സാധനങ്ങളെടുത്ത്. ഇത് കണ്ടപ്പോഴാണെങ്കിൽ കുറേ കുരങ്ങന്മാർ വന്ന് ആകെ അവിടെ ബഹളമായിട്ടാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ മാറി നിന്ന് ഒടുക്കത്തെ കരച്ചിൽ. അവളാണെങ്കിൽ നല്ലോണം പേടിച്ചു പോയി. അപ്പോഴാണ് ഞങ്ങളുടെ ധൈര്യശാലിയായിട്ടുള്ള ഞങ്ങളുടെ അഭിച്ചേട്ടൻ വന്ന് ബാഗൊക്കെ എടുത്തു കൊടുത്തിട്ടാ. പിന്നെ അതെല്ലാം മാറി ഞങ്ങളതേ അടുത്ത സ്പോട്ടിലേക്ക് പോണേണ്. അത് വേറെ ഒന്നല്ല, പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. അവിടെ പ്രത്യേകിച്ചാണെങ്കിൽ കാണാൻ ഒന്നും ഉണ്ടായില്ല, ഫുള്ള് പൈൻ തന്നെ ഇരുന്ന്. പിന്നെ അവിടെ റീലെടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇതിലൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ അവിടെ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന്. പിന്നെ അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലൊക്കേഷൻ എന്ന് പറയുന്നതാണ് മോയൂർ പോയിൻ്റ് ആണ്. ഇതൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാം നമുക്ക് നല്ല കോട ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കയറി കുറേ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ കുറേ ഫോട്ടോഷൂട്ട് സംഭവങ്ങളൊക്കെ എടുക്കുമല്ലോ, സ്വാഭാവികം. അതൊക്കെ എടുത്ത് പിന്നെ അതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് നല്ല വിശപ്പായി. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുത്തെ ഒരു കടയിൽ കയറി ഫുഡ് അങ്ങോട്ട് തട്ടി.
പക്ഷേ ഞങ്ങൾ ബജിയാന്ന് പറഞ്ഞാണ് ആ സാധനം വാങ്ങിച്ചത്. ബജി പോലെ ഇരിപ്പുണ്ട്, കോളിഫ്ലവറാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കോളിഫ്ലവർ ഒന്നുമല്ല കേട്ടോ, വേറെന്തോ സംഭവമാണ്. അതും വാങ്ങിച്ച് കഴിച്ച്. പിന്നെ തൊട്ടപ്പുറം തന്നെ ഒരു കടയിൽ നിന്ന് മറ്റേ എഗ് ഓംലേറ്റ് കഴിച്ചിട്ടാ. അത് കഴിച്ചപ്പോൾ കുഴപ്പമുണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഛർദ്ദിക്കാനൊക്കെ വന്ന്, ഛർദ്ദിച്ചൊന്നുമില്ല കേട്ടോ. അതിലാണെങ്കിൽ ഒടുക്കത്തെ മസാല ഒരു കുത്തലൊക്കെ ഇരുന്നു. അങ്ങനെ എല്ലാ ലൊക്കേഷനും വിസിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയിട്ടാ. ഫുഡ് കഴിക്കാനായിട്ട് ഇതേ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. ഞങ്ങളുടെ ട്രിപ്പ് അങ്ങനെ ഏകദേശം അവസാനിക്കാറായി. ഞാൻ തിരിച്ച് റിട്ടേൺ വന്നപ്പോൾ നല്ല വിഷമമൊക്കെ ഉണ്ടായിട്ടാ. പിന്നെ തിരിച്ച് ബസ്സിൽ കയറിയപ്പോൾ വൈബ് ആൻഡ് തുള്ളലായിരുന്നു ഗൈസ്. Quase não satisfaz, mas hoje eu tô vendo a falta que ela me faz. Camisinha ruim, quase não satisfaz, mas hoje eu tô vendo a falta que ela me faz. Camisinha ruim, quase não satisfaz, mas hoje eu tô vendo a falta que ela me faz. Camisinha ruim, quase não. അങ്ങനെ തുള്ളി ടയർഡായപ്പോൾ ഞാനവിടെ സീറ്റിൽ കയറുന്നു കേട്ടോ. അപ്പോഴേക്കും പാലക്കാട് എത്തിയപ്പോൾ ഫുഡ് കഴിക്കാറായി. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് പൊറോട്ടയും അൽഫാമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ബീഫ് കറി ഉണ്ടായിരുന്നു. പിന്നെ ഫുഡും കഴിച്ച് പിന്നെ വണ്ടി കയറി വീണ്ടും തുള്ളൽ. Camisinha ruim, quase não satisfaz, mas hoje eu tô vendo a falta que ela me faz. Camisinha ruim, quase não satisfaz, mas hoje